നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അതിരപ്പിള്ളി തുമ്പൂർ മുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ 3 വനം വകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ തടയുന്ന ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നവരെയാണ് കൊമ്പനാന ഓടിച്ചത്. പരിക്കേറ്റ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. UDF സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഹർജി. തൃശൂർ സ്വദേശിയായ ബസ്സുടമ ബിബിൻ ടി ആലപ്പാട്ടാണ് ഹർജി നൽകിയത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച വിദ്യാഭ്യാസ വിദഗ്ധനും ഇന്ത്യൻ ന്യൂക്ലിയർ എഞ്ചിനീയറുമായ ഡോക്ടർ MP പരമേശ്വരന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. കോട്ടപ്പുറത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കർക്കിടക വാവിനോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ പിതൃതർപ്പണം നടത്തി ആയിരങ്ങൾ. പ്രധാന സ്നാനഘട്ടങ്ങളിൽ രാവിലെ മുതൽ തന്നെ ബലിതർപ്പണത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ കുർക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിന് മേൽശാന്തി ദിലീപ് കുമാർ നേതൃത്വം നൽകി. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണം നടത്തി. വാവുബലി ചടങ്ങുകൾക്ക് ആചാര്യന്മാരായ PR മണികണ്ഠൻ, KM അജിത് കുമാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ചാലക്കുടി കൂടപ്പുഴ കടവിൽ ബലിതർപ്പണം ചെയ്ത ആയിരങ്ങൾ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ ഊട്ടുപുര പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു ചടങ്ങുകൾ. തിരുവില്ലാമല നിളാതീരത്ത് പിതൃമോക്ഷം തേടി ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. പഴയന്നൂർ പോലീസും വടക്കാഞ്ചേരി ഫയർഫോഴ്സും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. മേൽശാന്തി സുമേഷ് ശാന്തിയുടെ നേതൃത്വത്തിൽ 25ഓളം പരികർമ്മികൾ കാർമ്മികത്വം വഹിച്ചു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. ബലിതർപ്പണ ചടങ്ങുകൾക്ക് കലേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ചാലക്കുടി പുഴയൊരു തീരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. സുരക്ഷയൊരുക്കുന്നതിനായി മാള പോലീസും അഗ്നിരക്ഷാസേനയും ഉണ്ടായിരുന്നു. ആറാട്ടുപുഴ മന്ദാരംകടവിൽ ബലിതർപ്പണത്തിന് ആയിരങ്ങൾ പങ്കെടുത്തു. സന്തോഷ് ഇളയത്, മാപ്രാണം സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആൾമറയില്ലാത്ത കിണറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന മേച്ചേരി വീട്ടിൽ നാരായണന്റെ ഭാര്യ 65 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി 6.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശിനി കൊള്ളിപ്പറമ്പിൽ വീട്ടിൽ സുജാത, പാപ്പിനിവട്ടം സ്വദേശിനി നടവരമ്പത്ത് വീട്ടിൽ റോജ എന്നിവരാണ് അറസ്റ്റിലായത്. അക്കിക്കാവ് പന്നിത്തടം ബൈപ്പാസിന് സമീപത്തെ കെട്ടിട നിർമ്മാണ സ്ഥലത്ത് നിന്ന് ലക്ഷങ്ങളുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായി. പെരുമ്പാവൂർ മരംപിള്ളി സ്വദേശിയായ ശ്രീകുട്ടനാണ് പോലീസിന്റെ പിടിയിലായത്. പ്രളയം ബാധിച്ച കോട്ടയം പൊൻകുന്നം പ്രദേശത്തേക്ക് സഹായവുമായി BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ വാഹനം പുറപ്പെട്ടു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വസ്ത്രങ്ങൾ, അരി, പലചരക്ക് സാധനങ്ങൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ, ശുചീകരണ സാമഗ്രികൾ തുടങ്ങിയവയാണ് അയച്ചത്. കടവല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി വികസന മുരടിപ്പിനും സാമ്പത്തിക തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച് BJP പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അഭിലാഷ് കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മനപ്പടി സെന്ററിൽ കുടുംബത്തിന് നേരെ അസഭ്യ വർഷം നടത്തി മുൻ പഞ്ചായത്ത് അംഗത്തിനെതിരെ പരാതി. കടങ്ങോട് പഞ്ചായത്ത് മുൻ അംഗം പ്രസാദിനെതിരെയാണ് പട്ടിക്കര സ്വദേശി വടശ്ശേരി വീട്ടിൽ ഹിളർ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയത്. കോലഴി SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുമന്ദിരത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി. വിഷ്ണു ശാന്തിയുടെ കാർമ്മികത്വം വഹിച്ചു.
നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകവാവിന്റെ ഭാഗമായി പിതൃബലി തർപ്പണം നടന്നു. ആറാട്ടുകടവിൽ നടന്ന തർപ്പണ ചടങ്ങുകൾക്ക് നന്ദിക്കര നടുവത്ത് മനക്കൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുല്ലശ്ശേരി പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നിരവധി പേരെത്തി. അങ്കമാലി അജിത് ശാന്തി ആചാര്യസ്ഥാനം വഹിച്ചു. തൃപ്രയാർ വിശ്വബ്രഹ്മ പ്രാർത്ഥന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സരയൂ തീരത്ത് പിതൃതർപ്പണം നടന്നു. രാമചന്ദ്രൻ ആചാരി പിതൃതർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D യോഗം പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ ലയൺ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുരേഷ് കെ വാര്യർ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ പാടത്തിന് സമീപം സ്കൂട്ടർ ഇടിച്ച് വഴിയരികിലെ മരം മുറിക്കുന്നതിനായി ഗതാഗതം നിയന്ത്രിച്ചിരുന്ന അതിഥി തൊഴിലാളി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കൊൽക്കത്ത സ്വദേശിയായ സോമദാസ്, സ്കൂട്ടർ യാത്രക്കാരായ പാഴിയോട്ടുമുറി പുല്ലാഴി വളപ്പിൽ വീട്ടിൽ കൃഷ്ണദാസ്, പാഴിയോട്ടുമുറി കേളപ്പിലാക്കൽ വീട്ടിൽ അഫ്സൽ ആദിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃപ്രയ സെന്ററിൽ ബസ്സിടിച്ച് വയോധികന് ഗുരുതര പരിക്ക്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് അമിത വേഗതയിൽ വന്ന ബസ്സിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരാക്കര കപ്പേളയ്ക്ക് സമീപം കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. വരാക്കര സ്വദേശി മാപ്രാണത്തുകാരൻ വീട്ടിൽ ജോൺസനാണ് പരിക്കേറ്റത്. ഓടുന്ന സ്കൂട്ടറിലേക്ക് തേങ്ങ വീണ് യാത്രക്കാരന് പരിക്കേറ്റു. ഗുരുവായൂർ കിഴക്കേനടയിലെ വ്യാപാരിയും ഒരുമനയൂർ സ്വദേശിയുമായ എടക്കളത്തൂർ സജിക്കാണ് പരിക്കേറ്റത്. കുട്ടംകുളങ്ങര പുലിക്കളി സംഘത്തിന്റെ ബ്രോഷർ പ്രകാശനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. പുലിക്കളി സംഘങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന 50,000 രൂപ ധനസഹായം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MLA. സമസ്ത തൃശൂർ ജില്ലാ മദ്ഹൂർ റസൂൽ കോൺഫറൻസ് പന്നിത്തടത്ത് നടന്നു. സമസ്ത കേരള ജം ഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷനായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി നടന്ന രക്തദാന ക്യാമ്പ് KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PP സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മാധ്യമ പ്രവർത്തകരായിരുന്ന ബാബു മലയിലിന്റെയും G ഗോപാലിന്റെയും നിര്യാണത്തിൽ ഒല്ലൂർ മാധ്യമ പ്രവർത്തക കൂട്ടായ്മ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഒല്ലൂർ വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ CA പ്രേമചന്ദ്രൻ, AA ജോസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കിംസ് ആര്യഭട്ട കോളേജും ഗുരുവായൂർ പോലീസും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ ബോധവൽക്കരണ കാരവൻ 5 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പര്യടനം നടത്തി. പര്യടനം ഗുരുവായൂർ ACP M സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.